അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ബി.ജെ.പിയുടെ നേതാക്കന്മാർ ആരെങ്കിലും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞത് ഇത് ശശികല ടീച്ചറും വിദ്യാസാഗർ ഗുരുമൂർത്തിയും പിന്നെ ഒരുപാട് വി.എച്ച്.പിയുടെയും ഇവരൊക്കെ പിന്നെ ആരുടെ നേതാക്കന്മാരാണ്? അവര് മുസ്ലിം ലീഗിന്റെ. അല്ല അവര് ഈ പറയുന്ന പോലെ ബി.ജെ.പിയുമായിട്ട് ഡയറക്റ്റ് ബി.ജെ.പി പങ്കിടുന്ന ബി ജെ അല്ലെങ്കിൽ പി എന്നല്ലെന്ന് RSSന്റെയും സംഘപരിവാറിന്റെയും പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണല്ലോ BJP. ആണോ അല്ലേ? അതെ അതെ ആണ്. ഈ ബജരംഗ് ദൾ ആരുടെയാണ്? ബജ്രംഗ് ഈ ദള് ഈ ഒരു ഇപ്പൊ തന്നെ ഇവര് ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണല്ലോ നമ്മുടെ ശശികല. അത് ഏത് സംഘടനയാണ്? അത് അവര് ഈ പറയുന്ന പോലെ ഹിന്ദു ഇതല്ല ഹിന്ദു ഐക്യവേദിയാണ്. ഹിന്ദു ഐക്യവേദി. ഈ ഹിന്ദു ഐക്യവേദി ആരുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്? ഈ ഹിന്ദു പറയുന്ന ഐക്യവേദി RSSന്റെയും ആർ എസ് സംഘപരിവാർ എസുമായിട്ട് ചേർന്നതാണ് അല്ലെങ്കിൽ RSS ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലേ? അങ്ങനെ അല്ല അല്ലെന്ന് അവരൊരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശിവസേനയും ഹനുമാൻ സേനയും എല്ലാത്തിനെയും ഈ പറയുന്ന പോലെ എല്ലാ സംഘപരിവാറിന്റെ ഭാഗമാക്കണ്ടേ? അല്ല ഇന്ത്യയില് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഹനുമാൻ സേനയും അതോടൊപ്പം തന്നെ ശിവസേനയും എല്ലാം നമ്മൾ സംഘപരിവാറിന്റെ ഭാഗമാക്കണ്ടേ? ഇപ്പോൾ സംഘപരിവാറിൽ പെടുന്ന പല ഹിന്ദുത്വ സംഘടനകൾ അല്ലാതെ എല്ലാ സംഘടനകളും ഉണ്ട്. എല്ലാ സംഘടനകളും സംഘപരിവാറിൽ പെടണമെന്നുള്ളതും ഇല്ലല്ലോ. അങ്ങനെ ഒരു കൺഫ്യൂഷനും ആളുകൾ ഇതിനു